ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചാളക്കറിയുമായിട്ടാണ്. അതായത് നമ്മുടെ മത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മീനും നമുക്ക് മലയാളികൾക്ക് ഉള്ളൂ അല്ലേ. അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് നമുക്ക് ചാള. അപ്പം ചാള ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല എരിക്കറി ആയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് കപ്പയ്ക്കും ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. അപ്പം ആ ഒരു ചാളക്കറി നമ്മൾ കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് കോട്ടയം സ്റ്റൈലിൽ നമുക്കിന്ന് ചാളക്കറി വെച്ചിട്ട് വരാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചതച്ചിടുന്നത് തന്നെയാണ്. അതൊന്ന് വഴുന്ന പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് എരിവ് ഉള്ളതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. പച്ചമുളക് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി, നനച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ നനച്ചിടുവാണെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനും പറ്റും. നമുക്ക് ഈ മുളക് പൊടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് തീ കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ നനച്ചിട്ടാണ് മുളക് പൊടി ഇട്ടതെങ്കിലും ഒത്തിരി തീയായാലും മുളക് കരിയാൻ സാധ്യതയുണ്ട്. മുളക് പൊടിയുടെ കളറൊന്ന് മാറി വരുന്നോടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതുപോലെ ഇപ്പം നല്ലപോലെ മുളക് മൂത്ത സ്മെല്ല് വരുന്നുണ്ട്, കളറും മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. പുളി നല്ലപോലെ കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. പുളിയുടെ വെള്ളം കളയേണ്ട ആവശ്യമില്ല, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം നമുക്ക് കറക്റ്റ്, വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഞാനിവിടെ ചേർത്തിരിക്കുന്ന വെള്ളം ആവശ്യത്തിനേ ഉള്ളൂ. അപ്പം ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി നന്നായി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നല്ല നെയ്യുള്ള ചാളയായിരുന്നു. ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അതിന് ശേഷം ലാസ്റ്റ് ഒരു പിഞ്ച് ഉലുവ പൊടി നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചാളക്കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ബൈ.